ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അനർഹരായവർ കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. ഇവരെ ഒഴിവാക്കാൻ കർശന നടപടിക്ക് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വ്യക്തമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചത്. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിലാകും അച്ചടക്ക നടപടി. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കും. അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാരല്ലാത്തവർക്കെതിരെയും നടപടിയുണ്ടാകും. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധമല്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾക്കും യോഗം നിർദ്ദേശം നൽകി. മരണപ്പെട്ടവരെ അതത് സമയത്ത് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും. ധനവകുപ്പ് പരിശോധന തുടരാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം അനർഹരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്തുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും വ്യക്തമാക്കി. ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു. അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണവകുപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ വകുപ്പുകൾ നോക്കി പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് ആ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. കാര്യത്തിനനുസരിച്ച് ആവശ്യമായ വളരെ കർശനമായ നിലപാടുകളാണ് ഗവൺമെന്റിനുള്ളത്. തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് നടപടി വരേണ്ടതല്ലേ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.